മിസ്സേ കേൾക്കുന്നില്ല. Okay, good afternoon. Okay, all of you mark the മിസ്സേ മിസ് attendance now. പറയുന്നൊന്നും കേൾക്കുന്നില്ല. Okay, can you hear me? മിസ്സേ മിസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. Yes or no? ആരാ ഒരാളെ കേൾക്കുന്നില്ല പറഞ്ഞാളെ? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ആരാണ് ഇപ്പൊ കേൾക്കുന്നില്ല എന്ന് പറയുന്ന ആള്? പിന്നാണ്ടി ആരാണ്? മിസ്സേ മിസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ആർക്ക്? ജുവലിനാണോ? ജോമലിനും ജുവലിനാണോ? ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? നവമി രാജേഷ്? യെസ്, ഓക്കെ. അപ്പൊ ആർക്കോ ഒരാൾക്ക് നെറ്റിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. ഇവിടെ കേൾക്കുന്നുണ്ട്. ഓക്കെ ആണ്. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലെസൺ ആയിരുന്നു അല്ലേ? അമ്മുവിന്റെ പൂച്ചക്കുട്ടി. എവിടെ വരെയായിരുന്നു നമ്മൾ പഠിച്ചത്? ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 10. 10-ലല്ലേ നമ്മൾ എത്തിയത്? അതിലെ മുകളിലത്തെ പാരഗ്രാഫ് ആയിരുന്നു അല്ലേ? അമ്മു ഗേറ്റ് പാതി തുറന്ന് പുറത്തിറങ്ങി. പൂച്ചക്കുട്ടിയെ തന്റെ കയ്യിൽ കോരിയെടുത്തു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ചുറ്റും നോക്കി. അവൾ അതിനെ തലോടി. എന്തു മിനുസം! എന്താണ് അലൻ? വീഡിയോ ഓഫ് ആകും. ആരുടെ വീഡിയോ ഓഫ് ആണ്? നോക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വീഡിയോ ഓഫ് ആവും തന്നാലെ. PDF നോക്കട്ടെ എന്ന് ചോദിക്കുക. അതുകൊണ്ട് PDF നോക്കിയോട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ. അമ്മു ഗേറ്റ് പാതി തുറന്ന് പുറത്തിറങ്ങി. പൂച്ചക്കുട്ടിയെ തന്റെ കയ്യിൽ കോരിയെടുത്തു. കണ്ടോ മക്കളെ? പേജ് നമ്പർ 10. ഓക്കെ, അതിന് മുകളിലാണ് ഞാൻ വായിക്കുന്നത്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ചുറ്റും നോക്കി. അവൾ അതിനെ തലോടി. എന്തു മിനുസം! പൂച്ചക്കുട്ടി അമ്മുവിന്റെ കയ്യിൽ അനുസരണയോടെ ഒതുങ്ങിക്കിടന്നു. അവൾ അതിനെ തന്റെ മുറിയിലെത്തിച്ചു. തന്റെ കിടക്കയിൽ കിടത്തി. ഇനി കരഞ്ഞ് ശബ്ദമുണ്ടാക്കരുതേ, നിനക്ക് ഞാൻ ആരും കാണാതെ പാൽ തരും, അവൾ പറഞ്ഞു. പൂച്ചക്കുട്ടി അമ്മുവിനെ സൂക്ഷിച്ചു നോക്കി. അത് കരച്ചിൽ നിർത്തി. അതുവരെയായിരുന്നു നമ്മളിപ്പോ കഴിഞ്ഞ പഠിച്ചത്. അമ്മേ, പൂച്ചക്കുട്ടിയെ ഗേറ്റെടുത്ത് കാണാനില്ല, ദീപക് മുറ്റത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. അല്ലേ? എന്ത് പറഞ്ഞു? അമ്മുവിന്റെ സഹോദരനായ ദീപക് പൂച്ചക്കുട്ടിയെ ഗേറ്റിന് പുറത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ? ഗേറ്റിനടുത്ത് കാണാനില്ല എന്ന് പറഞ്ഞു. ഓ, തള്ളപ്പൂച്ച വന്ന് അതിനെ കൊണ്ടുപോയി കാണും, അമ്മ പറഞ്ഞു. അമ്മുവിന് ആകെ പേടിയായി. അച്ഛൻ കണ്ടാൽ തന്നെ വെറുതെ വിടില്ല. അമ്മയും ഏട്ടനും വഴക്ക് പറയും. താൻ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ടാണ് അമ്മുവിന് പേടിയായതല്ലേ? അച്ഛൻ വഴക്ക് പറയും അല്ലേ? അമ്മ അതുകൊണ്ടാണ് പേടിയത്. അച്ഛൻ കണ്ടാൽ തന്നെ വെറുതെ വിടില്ല. അമ്മയും ഏട്ടനും വഴക്ക് പറയും. താൻ ഒറ്റക്കായി പോയി. അതുകൊണ്ടാണ് ആർക്ക്? അമ്മുവിന് പേടിയായത്. എന്നാലും അതിനെ ഉപേക്ഷിക്കാൻ വയ്യ. അത് പാവമല്ലേ? അതിന് ആരുമില്ലല്ലോ. റോഡിലേക്ക് ഇറക്കി വിട്ടാൽ അത് ഏതെങ്കിലും വാഹനത്തിന്റെ അടിയിൽപ്പെട്ടു പോകും. അവൾ ആകെ സങ്കടത്തിലായി അല്ലേ? പൂച്ചയെ നോക്കാനും പറ്റില്ല, അതിനെ ഉപേക്ഷിക്കാനും പറ്റില്ല എന്നല്ലേ അവസ്ഥയിലായി ആര്? അമ്മു. എന്താണ് അലൻ? എന്താണ് അലൻ? മിസ്സേ, എനിക്ക് ഉണക്കാൻ പറ്റത്തില്ല, ഞാന് ടൗണിൽ പോയി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എന്നാലും അതിനെ ഉപേക്ഷിക്കാൻ ആര് തയ്യാറല്ല? അമ്മുവിന് തയ്യാറായിരുന്നില്ല. സങ്കടമായിരുന്നു അല്ലേ? അത് പാവമല്ലേ? എന്തുകൊണ്ടാ അത് പാവമല്ലേ? അതിനെ ആരുമില്ലല്ലോ, അതുകൊണ്ട് അതിനെ ഒറ്റയ്ക്ക് തള്ളിവിടാൻ ആർക്ക്? അമ്മുവിന് മനസ്സ് വന്നില്ല. റോഡിലേക്ക് ഇറക്കി വിട്ടാൽ അത് ഏതെങ്കിലും വാഹനത്തിന്റെ അടിയിൽ പെട്ടുപോകും. അവൾ ആകെ സങ്കടത്തിലായി. പൂച്ചക്കുട്ടി അമ്മുവിന്റെ സങ്കടം കാണുന്നുണ്ടായിരുന്നു. അത് നിസ്സഹായതയോടെ കട്ടിലിൽ അനങ്ങാതെ കിടന്നു. പെട്ടെന്നൊരു കാൽപെരുമാറ്റം കേട്ടു. അമ്മ അമ്മുവിന്റെ മുറി
തൂത്തുവാരാൻ വരികയാണ്. അമ്മുവിന്റെ ഹൃദയമിടിപ്പ് കൂടി. അവൾ ഒരു നിമിഷം പകച്ചു നിന്നു. പിന്നെ പൂച്ചക്കുട്ടിയെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. അല്ലേ, അമ്മ മുറിയിലേക്ക് അടിച്ചു വാരാൻ വരുന്നുണ്ടല്ലേ, അപ്പോൾ പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ അമ്മ എന്ത് ചെയ്തു? അമ്മുവിന്റെ മുറി തൂത്തുവാരാൻ വരുന്ന സമയത്ത് എന്ത് ചെയ്തു? പൂച്ചക്കുട്ടിയെ കട്ടിലിനടിയിലേക്ക് ഒളിപ്പിച്ചു. അല്ലേ, അമ്മ തൂത്തുവാരാൻ തുടങ്ങി. ചൂൽ കട്ടിലിനടിയിലേക്ക് ചെന്നു. അത് പൂച്ചക്കുട്ടിയുടെ മേൽ തട്ടി. അത് കരയാൻ തുടങ്ങി. പൂച്ച അപ്പോ കരയാൻ തുടങ്ങി. അല്ലേ, പൂച്ചക്കുട്ടി വീട്ടിനകത്ത് എത്തിയോ? അതെങ്ങനെ? നീ എടുത്തുകൊണ്ട് വന്നതാണോ? അല്ലേ, പൂച്ചക്കുട്ടി വീട്ടിനടുത്ത് കാണുമ്പോ അമ്മയ്ക്ക് സംശയമായി അമ്മു എടുത്തുകൊണ്ട് വന്നതായിരിക്കുമെന്ന്. അമ്മുവിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. പൂച്ചക്കുട്ടി പതുക്കെ ഇഴഞ്ഞ് കട്ടിലടിയിൽ നിന്ന് പുറത്തെത്തി. ദേ, നിങ്ങൾ കാണുന്നുണ്ടോ? പുറത്ത് കളയാൻ പറഞ്ഞ പൂച്ചക്കുട്ടിയെ മോളിത അകത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അമ്മ അച്ഛനോട് വിളിച്ച് പറഞ്ഞു. അല്ലേ, എന്താ നിങ്ങൾ പുറത്ത് കളയാൻ വേണ്ടി നിന്ന പൂച്ചേനിതാ ഇവള് മോള് അകത്ത് കൊണ്ട് വിളിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലേ, ദേഷ്യത്തോടെ അച്ഛൻ അങ്ങോട്ട് വന്നു. അച്ഛന്റെ കണ്ണ് ചുവന്നിരുന്നു. അമ്മു പേടിച്ച് വിറച്ചു. അല്ലെ, അച്ഛന് ദേഷ്യം വരുമ്പോ അമ്മുവിന് പേടിയായി. ഇനി എന്താണ് ചെയ്യുവാന്നുള്ളൊരു വേവലാതിയായി അമ്മു. കളയടി ഇതിനെ പുറത്ത്, വേഗം അച്ഛൻ ആജ്ഞാപിച്ചു. ആരുമില്ലാത്ത പൂച്ചക്കുട്ടിയെ ഉപേക്ഷിക്കാനോ വയ്യ, അമ്മുവിന്റെ മനസ്സ് പറഞ്ഞു. അടുത്ത നിമിഷം അവൾ അച്ഛന്റെ ദേഷ്യം പൂണ്ട മുഖം ഓർമ്മിച്ചു. അമ്മു കരയാൻ തുടങ്ങി. അല്ലേ, പൂച്ചേനെ പുറത്തു വിടാൻ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിലും അമ്മുവിന് ഗത്യന്തരമില്ല. അല്ലെ, എന്ത് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് അമ്മു കരയാൻ തുടങ്ങി. നിന്നോടാ അമ്മു അതിനെ കളയാൻ പറഞ്ഞത്? എന്താ അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ? വഴക്ക് കണ്ട് പൂച്ചക്കുട്ടി എന്ത് ചെയ്തു? ആകെ അമ്പരന്ന് പോയിരുന്നു. അത് അമ്മുവിനെ സ്നേഹത്തോടെ നോക്കി. ശേഷം പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് ഗേറ്റിന് പുറത്തേക്ക് പോയി. അല്ലേ, അങ്ങനെ പൂച്ച എന്ത് ചെയ്തു? അമ്മുവിന്റെ സങ്കടം കണ്ടിട്ട് ഇനി ഞാൻ കാരണം അവക്ക് വഴക്ക് കിട്ടണ്ടെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? പൂച്ചക്കുട്ടി പുറത്തേക്ക് പോയി. അല്ലേ, അതാണ് കഥ. മനസ്സിലായ എല്ലാവർക്കും? യെസ്. അതിൽ കുറച്ച് അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ അർത്ഥം ആരോ ഇന്നലെ എന്നോട് ചോദിച്ചു. അത് ഇതിന്റെ ലാസ്റ്റ് പേജ് നമ്പർ 77 ഉണ്ട് കേട്ടോ അർത്ഥം. അപ്പൊ ഇതില് വിലക്കുക എന്താ അർത്ഥം? വിലക്കുക, തടയുക. വിലക്കുക, തടയുക. നെക്സ്റ്റ് ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്താ? വേണ്ടെന്ന് വെക്കുക. അല്ലെ, ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വെക്കുക. അപ്പൊ ഒന്നാമത്തത് വിലക്കുക. എന്താണ് അർത്ഥം? തടയുക. അല്ലേ, നമ്മൾ എവിടെയെങ്കിലും പോവാൻ ഇറങ്ങുമ്പോൾ നമ്മളെ വിലക്കി എന്ന് പറഞ്ഞാൽ എന്താ? തടഞ്ഞു എന്നർത്ഥം. നെക്സ്റ്റ് ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വയ്ക്കുക. അടുത്ത എന്താ? കാൽപെരുമാറ്റം. എന്താണ് കാൽപെരുമാറ്റം? നടക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം. അല്ലേ, കാൽപെരുമാറ്റം. നടക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിനാ പറയാ. അവളുടെ കാൽപെരുമാറ്റം കേട്ടു എന്ന് പറയുന്നില്ലേ? അല്ലെ, നടന്നു വരുമ്പോഴുള്ള ഒച്ച. ഉറ്റുനോക്കുക. അടുത്തെന്താ? ഉറ്റുനോക്കുക, സൂക്ഷിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണുള്ളത്? സങ്കടം. എന്താ സങ്കടം? സങ്കടമൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ? സങ്കടം എന്താ മക്കളെ? എന്താ സങ്കടത്തിന്റെ അർത്ഥം? സങ്കടം, ദുഃഖം. അല്ലേ, ദുഃഖം, സങ്കടം, ദുഃഖം. അല്ലേ, നിങ്ങൾക്ക് സങ്കടം വരാറുണ്ടല്ലേ? ആരെങ്കിലും വഴക്ക് പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് സങ്കടം വരാറുണ്ടല്ലേ? ദുഃഖം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതാണ് അർത്ഥം, ദുഃഖം. തൊടി. തൊടി എന്താ അർത്ഥം മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുരയിടത്തിന്റെ താണഭാഗം, അതായത് മുറ്റെന്നൊക്കെ പറയല്ലേ, തൊടി. നെക്സ്റ്റ് നിസ്സഹായത. നിസ്സഹായത, സഹായമില്ലാത്ത സ്ഥിതി. സഹായമില്ലാത്ത സ്ഥിതിക്കാണ് നിസ്സഹായത എന്ന് പറയുന്നത്. അല്ലേ, അപ്പൊ അർത്ഥം പേജ് ലാസ്റ്റ് ഉണ്ട് 77 മക്കൾ എന്ത് ചെയ്യണം? പാഠം 2 അമ്മുവിന്റെ പൂച്ചക്കുട്ടീനെ എഴുതുക നോട്ട്ബുക്കില്. എന്നിട്ട് അർത്ഥം എഴുതുക എന്ന് എഴുതിയിട്ട് ഇത് എഴുതി വെക്കണം കേട്ടോ. നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. ഓക്കെ.
അപ്പോ ടെക്സ്റ്റ് ഒന്ന് വായിച്ചോ? ഇന്നടുത്ത ഭാഗം ഒന്ന് വായിക്കണ്ടേ മക്കളെ? നമുക്ക് ആരാ വായിക്കുന്നേ? ജുവല് വായിച്ചേ. ജുവൽ രാവിലെ നേരത്തെ ചിരിക്കുന്നുണ്ടായിരുന്നു. ജുവലിനെ വായിപ്പിക്കാം. അച്ഛനാണ് ആദ്യം കണ്ടത്. ഗേറ്റിന് പുറത്തൊരു പൂച്ചക്കുട്ടി പതുങ്ങിയിരിക്കുന്നു. മ്യാവ് എന്നു കരയുന്നു. അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന അമ്മയോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇതാ നോക്കൂ, ഒരു പൂച്ചക്കുട്ടി. ആരോ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. ഗേറ്റ് കടന്ന് പതുക്കെ അകത്തു വരും, നോക്കിക്കൊള്ളണേ. അമ്മ പുറത്തേക്ക് വന്നു. പൂച്ചക്കുട്ടിയോ? ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ആരും കാണാതെ അകത്തേക്ക് വന്നേക്കും. എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം മക്കളെ, ഇടയ്ക്ക് ഞാൻ വായിപ്പിക്കും. പറ്റുമോ? അമ്മ ദൂരെ നിന്ന് അതിനെ നോക്കി. അത് അപ്പോഴും മ്യാവ് എന്ന് കരയുന്നുണ്ടായിരുന്നു. മോനെ, ഗേറ്റിനകത്തേക്കു കയറി വന്നാൽ ഒരു വടിയിൽ തോണ്ടിയെടുത്ത് അതിനെ പുറത്തേക്ക് കളയണേ. നോക്കിയിരിക്കാൻ എനിക്കു നേരമില്ല, 100 കൂട്ടം പണിയുണ്ട്. മുറ്റത്തു വ്യായാമം ചെയ്തു കൊണ്ടിരുന്ന ദീപക്കിനോട് അമ്മ വിളിച്ചു പറഞ്ഞു. അകത്തു നിന്ന് TV കണ്ടുകൊണ്ടിരുന്ന ഈ സംഭാഷണങ്ങളെല്ലാം അമ്മവും കേട്ടിരുന്നു. അവൾ TV ഓഫാക്കി പുറത്തേക്ക് ഓടി വന്നു. എന്ത്, പൂച്ചക്കുട്ടിയോ? എവിടെ? അവളുടെ കണ്ണുകൾ ചുറ്റും പരത്തി. അതു കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടർന്നു. അമ്മേ, ഞാൻ അതിനെ എടുത്തുകൊണ്ട് വരട്ടെ? വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആരോ വഴിയിൽ ഉപേക്ഷിച്ചതാണ്. എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ആർക്കറിയാം? എവിടെയാ അത് വളർന്നെന്ന് ആര് കണ്ടു? അമ്മ കർശനമായി അമ്മുവിനെ വിലക്കി. അമ്മേ, അതിന് ആരുമില്ലാത്തത് കൊണ്ടല്ലേ? അമ്മ അതിനെ ഒന്ന് നോക്ക്, എന്ത് ഭംഗിയാ. ഹായ് കുഞ്ചു. അതിന് രോഗമൊന്നും ഇല്ലമ്മേ. അവൾ അമ്മയോട് ഒരിക്കൽ കൂടി അപേക്ഷിച്ചു നോക്കി. വേണ്ടെന്ന് പറഞ്ഞതല്ലേ അമ്മു. രോഗമില്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? അകത്തു വന്ന ആരും കാണാതെ കട്ടിലിലും കിടക്കയിലും ഒക്കെ കയറി ഇരിക്കും. അത് കണ്ടാൽ അച്ഛൻ എല്ലാവരെയും ചീത്ത പറയും. അമ്മു നിരാശയോടെ അതിനെ തന്നെ ഉറ്റുനോക്കി. അവൾക്ക് അതിനെ ഒന്ന് തൊടണമെന്ന് തോന്നി. ആരും കാണാതെ അതിനെ എടുത്തുകൊണ്ടുവരണം അവൾ നിശ്ചയിച്ചു. അച്ഛൻ തൊടിയിലേക്ക് ഇറങ്ങി. അമ്മ അലക്കുകയാണ്. ചേട്ടൻ വ്യായാമം കഴിഞ്ഞ് കുളിക്കാൻ പോയിരിക്കുകയാണ്. അമ്മു പതുക്കെ മുറ്റത്തേക്കിറങ്ങി. ആരെങ്കിലും പുറത്തുണ്ടോ? ഇല്ല, ആരുമില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റിനു പുറത്തേക്കു നടന്നു. പൂച്ചക്കുട്ടി അവിടെ തന്നെയുണ്ട്. ഓക്കെ മോളെ, ദയനീയമായി കരയുന്നു. അത് കഴിഞ്ഞിട്ടില്ല. ജോമൽ വായിച്ചേ. ദയനീയമായി കരയുന്നു. അമ്മു ഗേറ്റ് പതുക്കെ തുറന്നു പുറത്തിറങ്ങി. പൂച്ചക്കുട്ടിയെ തന്റെ കയ്യിൽ കോരിയെടുത്ത് ആരെങ്കിലും
കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ഇടയ്ക്കിടെ ചുറ്റും നോക്കി. ചുറ്റും നോക്കി. അവൾ അതിനെ തലോടി. എന്തും മിനുസം. പൂച്ചക്കുട്ടി അമ്മുവിന്റെ കയ്യിൽ അനുസരണയോടെ ഒതുങ്ങിക്കിടന്നു. അവൾ അതിനെ തന്റെ മുറിയിലെത്തിച്ചു. തന്റെ കിടക്കയിൽ കിടത്തി. ഇനി കരഞ്ഞു ശബ്ദമുണ്ടാക്കരുതേ. നിനക്ക് ഞാൻ ആരും കാണാതെ പാലു തരും. അവൾ പറഞ്ഞു. പൂച്ചക്കുട്ടി അമ്മുവിനെ സൂക്ഷിച്ചു നോക്കി. അതു കരച്ചിൽ നിർത്തി. അമ്മേ, പൂച്ചക്കുട്ടിയെ ഗേറ്റിനടുത്ത് കാണാനില്ല. ദീപക് മുറ്റത്തു നിന്നു വിളിച്ചു പറഞ്ഞു. ഓക്കെ മോനെ. നെക്സ്റ്റ് നവമി. അടുത്ത നവമി വായിച്ചേ. അൺമ്യൂട്ട് ചെയ്തിട്ട് അവര് വായിച്ചതിന് ശേഷമുള്ള കാര്യം. തള്ളപ്പൂച്ച വന്ന് അതിനെ കൊണ്ടുപോയിരിക്കും. അമ്മ പറഞ്ഞു. അമ്മുവിന് ആകെ പേടിയായി. അച്ഛൻ കണ്ടാൽ തന്നെ വെറുതെ വിടില്ല. എന്നാലും അമ്മയും ഏട്ടനും വഴക്കു പറയും. താൻ ഒറ്റയ്ക്കായി പോകും. എന്നാലും അതിനെ ഉപേക്ഷിക്കാൻ വയ്യ. അതു പാവമല്ലേ, അതിന് ആരുമില്ലല്ലോ. റോഡിൽ ഇറക്കി വിട്ടാൽ അത് ഏതെങ്കിലും വാഹനത്തിന്റെ അടിയിൽ പെട്ടുപോകും. അവൾ ആകെ സങ്കടത്തിലായി. പൂച്ചക്കുട്ടി അമ്മുവിന്റെ സങ്കടം കാണുന്നുണ്ടായിരുന്നു. അത് നിസ്സഹായതയോടെ കട്ടിലിൽ അനങ്ങാതെ കിടന്നു. പെട്ടെന്ന് ഒരു കാൽ പെരുമാറ്റം. അമ്മ അമ്മുവിന്റെ മുറി തൂത്തുവാരാൻ വരികയാണ്. അമ്മുവിന്റെ ഹൃദയമടിപ്പ് കൂടി. അവൾ ഒരു നിമിഷം പകച്ചു നിന്നു. പിന്നെ പൂച്ചക്കുട്ടിയെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. അടുത്ത എഡ്വിൻ തോമസ്. അവിടെ നിർത്തിയതിനു ശേഷം വായിച്ചേ. എഡ്വിൻ, പ്ലീസ് അൺമ്യൂട്ട്. എഡ്വിൻ. എഡ്വിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എഡ്വിൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ, വായിച്ചോ. എവിടെയാണിപ്പം നവമി നിർത്തിയത്? അവിടുന്ന് അങ്ങോട്ട് വായിച്ചേ. എന്താണ്, എവിടെയാ ശ്രദ്ധിക്കുന്നത് എഡ്വിൻ? വായിച്ചേ.
എവിടെ മുതലാണ് ഇപ്പൊ വായിക്കേണ്ടത്? വായിക്കുന്നുണ്ടോ ഇവിടെ? കേൾക്കുന്നില്ലല്ലോ ഇവിടെ. നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എഡ്വിൻ വായിക്കുന്നത്? നോ. ഓക്കെ എഡ്വിൻ കേൾക്കുന്നില്ല. ബെനീറ്റ വായിച്ചോ. ബെനീറ്റ. പൂച്ചക്കുട്ടി വീടിനകത്തെത്തിയോ? അതെങ്ങനെ? നീ എടുത്തു കൊണ്ടു വന്നതാണോ? അമ്മുവിനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പൂച്ചക്കുട്ടി പതുക്കെ ഇഴഞ്ഞ് കട്ടിലിനടിയിൽ നിന്ന് പുറത്തെത്തി. ദേ, നിങ്ങൾ കാണുന്നുണ്ടോ? പുറത്തു കളയാൻ പറഞ്ഞ പൂച്ചക്കുട്ടിയെ അകത്തേക്കു കൊണ്ടുവന്നിരിക്കുന്നു. അമ്മ അച്ഛനോട് വിളിച്ചു പറഞ്ഞു. ദേഷ്യത്തോടെ അച്ഛൻ അങ്ങോട്ട് വന്നു. അച്ഛന്റെ കണ്ണു ചുമന്നിരുന്നു. അമ്മു പേടിച്ചു വിറച്ചു. കളയടി അതിനെ പുറത്ത്, വേഗം. അച്ഛൻ ആജ്ഞാപിച്ചു. ആജ്ഞാപിക്കുക പറഞ്ഞ എന്താണ് അർത്ഥറിയോ? പറഞ്ഞു. ഓക്കെ, പറഞ്ഞു എന്നല്ല, കുറച്ച് ദേഷ്യത്തെ പറയുന്നതല്ലേ. എന്താ ജൂലിയറ്റ് കൈപൊക്കുന്നില്ല? എന്താ ജൂലിയറ്റെ? കൽപ്പിക്കുക. ഓക്കെ, ആജ്ഞാപിക്കുക പറഞ്ഞ കൽപ്പിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, പറഞ്ഞു. ആരുമില്ലാത്ത പൂച്ചക്കുട്ടിയെ ഉപേക്ഷിക്കാനോ വയ്യ. അമ്മുവിന്റെ മനസ്സു പറഞ്ഞു. അടുത്ത നിമിഷം അവൾ അച്ഛന്റെ ദേഷ്യം പൂണ്ട മുഖം ഓർമ്മിച്ചു. അമ്മു കരയാൻ തുടങ്ങി. നിന്നോടാ അമ്മു അതിനെ കളയാൻ പറഞ്ഞത്? എന്താ അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ലേ? വഴക്ക് കണ്ട് പൂച്ചക്കുട്ടി ആകെ അമ്പരന്നു പോയിരുന്നു. അത് അമ്മുവിനെ സ്നേഹത്തോടെ നോക്കി. ശേഷം പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് ഗേറ്റിന് പുറത്തേക്ക് പോയി. അപ്പൊ അർത്ഥം മിസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? വിലക്കുക അല്ലെ, തടയുക, ഉപേക്ഷിക്കുക. ആരാണ്? ഓക്കെ, വായിച്ചോ. ഫസ്റ്റ് മോന് വായിച്ചോ. അമ്മുവിന്റെ പൂച്ചക്കുട്ടി. അച്ഛനാണ് ആദ്യം കണ്ടത്. ഗേറ്റിനു പുറത്ത് ഒരു പൂച്ചക്കുട്ടി പതുങ്ങിയിരിക്കുന്ന മ്യാവ് എന്ന് കരയുന്നു. അടുക്കളയിൽ ജോലിത്തിരക്കിലായിരുന്ന അമ്മയോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അതാ നോക്ക്, ഒരു പൂച്ചക്കുട്ടി. ആരോ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. ഗേറ്റ് കടന്ന് പതുക്കെ അകത്തേക്ക് വരും, നോക്കിക്കോളണേ. അമ്മ പുറത്തേക്ക് വന്നു. പൂച്ചക്കുട്ടിയോ? അതിപ്പോ വലിയ ശല്യമായല്ലോ. ആരും കാണാതെ അകത്തേക്ക് വന്നേക്കും. അപ്പോ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അമ്മ ദൂരെ നിന്ന്
അതിനെ നോക്കി. അത് അപ്പോഴും മ്യാവ് എന്ന് കരയുന്നുണ്ടായിരുന്നു. മോനെ, ഗേറ്റിനകത്തേക്ക് കയറി വന്നാൽ ഒരു വടിയെടുത്ത് തോണ്ടിയെടുത്ത് അതിനെ പുറത്തേക്ക് കളഞ്ഞേക്കണേ. നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല, 100 കൂട്ടം പണിയുണ്ട്. മുറ്റത്ത് ദീപക്കിനോട് അമ്മ വിളിച്ചു പറഞ്ഞു. അകത്തു നിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കെ ഈ സംഭാഷണങ്ങളിലെല്ലാം അമ്മുവും കേട്ടിരുന്നു. അവൾ TV ഓഫാക്കി പുറത്തേക്ക് ഓടി വന്നു. എന്റെ പൂച്ചക്കുട്ടിയോ എവിടെ? അവളുടെ കണ്ണുകൾ ചുറ്റും പരുതി. അതു കണ്ടപ്പോൾ ഗേറ്റിന് പുറത്തു നിന്ന് പൂച്ചക്കുട്ടി വീണ്ടും കരഞ്ഞു മ്യാവ്. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് ചേർന്നു. അമ്മേ, ഞാൻ അതിനെ എടുത്തുകൊണ്ട് വരട്ടെ? വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആരോ വഴിയിൽ ഉപേക്ഷിച്ചതാണ്. അത് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ആർക്കറിയാം? എവിടെ അത് വളർന്നത്? ആര് കണ്ടു? അമ്മ കർശനമായി അമ്മുവിനെ വിലക്കി. അമ്മേ, അതിനെ ആരുമില്ലാത്തോണ്ടല്ലേ അമ്മ. അതിനെ ഒന്ന് നോക്ക്, എന്തൊരു ഭംഗിയാ. ഹായ് കുഞ്ചു. അതിന് രോഗമൊന്നും ഇല്ലമ്മേ. അവൾ അമ്മയോട് ഒരിക്കൽ കൂടി അപേക്ഷിച്ചു നോക്കി. വേണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മു? രോഗമില്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? അകത്ത് വന്ന ആരും കാണാതെ കട്ടിലിലും കിടക്കയിലും ഒക്കെ കയറിയിരിക്കും. അത് കണ്ടാൽ അച്ഛൻ എല്ലാവരെയും ചീത്ത പറയും. അമ്മു നിരാശയോടെ അതിനെ തന്നെ ഉറ്റുനോക്കി. അവൾക്ക് അതിനെ ഒന്ന് തൊടണമെന്ന് തോന്നി. ആരും കാണാതെ അതിനെ എടുത്തു കൊണ്ടുവരണം അവൾ നിശ്ചയിച്ചു. അച്ഛൻ തൊടിയിലേക്ക് ഇറങ്ങി. അമ്മ അലക്കുകയാണ്. ചേട്ടൻ വ്യായാമം കഴിഞ്ഞ് കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. അമ്മു പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും പുറത്തുണ്ടോ? ഇല്ല. ആരെങ്കിലും പുറത്തുണ്ടോ? ഇല്ല, ആരുമില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റിനടുത്തേക്ക് നടന്നു. പൂച്ചക്കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു, ദയനീയമായി കരയുന്നു. അമ്മു ഗേറ്റ് പാതി തുറന്ന് പുറത്തിറങ്ങി. പൂച്ചക്കുട്ടിയെ തന്റെ കയ്യിൽ കോരിയെടുത്ത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ചുറ്റും നോക്കി. അവൾ അതിനെ തലോടി. എന്തു മിനുസം! പൂച്ചക്കുട്ടി അമ്മുവിന്റെ കയ്യിൽ അനുസരണയോടെ ഒതുങ്ങി കിടന്നു. അവൾ അതിനെ തന്റെ മുറിയിലേക്ക് എത്തിച്ചു. തന്റെ കിടക്കയിൽ കിടത്തി. ഇനി കരഞ്ഞ് ശബ്ദമുണ്ടാക്കരുത്. നിനക്ക് ഞാൻ ആരും കാണാതെ പാൽ തരും, അവൾ പറഞ്ഞു. പൂച്ചക്കുട്ടി അമ്മുവിനെ സൂക്ഷിച്ചു നോക്കി. അമ്മ അത് കരച്ചിൽ നിർത്തി. മക്കളെ, സമയം കഴിയാറായി. 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാന്നറിയത്? ആരും വായിച്ചിട്ടില്ല, ഒരുപാട് പേര് ഇനിയും വായിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് വായിച്ചിട്ട് നല്ലൊരു വോയിസ് ക്ലിപ്പ് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, എല്ലാ മക്കളും വായിച്ചിട്ട് ഒരു വോയിസ് ക്ലിപ്പ് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. എന്താണ് ചെൽന? പറഞ്ഞു 1 മിനിറ്റ് ഇപ്പൊ കട്ടാവാൻ സാധ്യത.
മിസ് പദം പരിചയപ്പെടാനില്ലേ? ഏത്? പദം പരിചയപ്പെടാനില്ലേ? അത് എഴുതിയിട്ട് ടീച്ചർ ആ ചേട്ടന് അർത്ഥം എഴുതിയിട്ട് കേട്ടോ. അപ്പുറത്ത് നോക്കി